നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് അയിരൂർ. പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. സ്തുത്യർഹ സേവനത്തിനുള്ള അവാർഡ് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്, ശൗര്യ ചക്ര കേണൽ നിരഞ്ജന്. കോൺഗ്രസ് ലീഗ് ബന്ധം തകരില്ലെന്നും മുസ്ലിം ലീഗ് മുന്നണി വിടില്ലെന്നും കെ മുരളീധരൻ. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും കെ മുരളീധരൻ. അയിരൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചെറിയ പള്ളിയുടെ ശതാബ്ദി ധ്യാന മന്ദിരത്തിന്റെ കൂദാശയും ഉദ്ഘാടനവും ഇന്ന് നടന്നു. ആന്റണി MP ഉദ്ഘാടനം ചെയ്തു. റാന്നി പുല്ലൂപ്രം പള്ളിയോടത്തിന്റെ നീരണിയൽ കർമ്മം ഇന്ന് നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനാണ് സ്തുത്യർഹ സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ചിരിക്കുന്നത്. പത്താൻകോട്ട വ്യോമസേനാ താവളത്തിലുണ്ടായ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച കേണൽ EK നിരഞ്ജന് ശൗര്യചക്രയും പ്രഖ്യാപിച്ചു. വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ വിജിലൻസ് ADGP ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബിന് ലഭിച്ചു. ഇവർക്ക് പുറമെ മറ്റ് 10 മലയാളി പോലീസ് ഉദ്യോഗസ്ഥന്മാരും വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് അർഹരായി. പോലീസുകാർക്ക് പുറമെ കേരളത്തിൽ നിന്നുള്ള 6 ഫയർ ഓഫീസർമാരും രാഷ്ട്രപതിയുടെ ഫയർ മെഡലിന് അർഹരായി. കോൺഗ്രസ് ലീഗ് ബന്ധം തകരില്ലെന്നും മുസ്ലിം ലീഗ് മുന്നണി വിട്ടുപോകില്ലെന്നും കെ മുരളീധരൻ MLA പറഞ്ഞു. UDF-ൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇത് ചർച്ചയിലൂടെ പരിഹരിക്കും. KM മാണി അഴിമതിക്കാരനാണെന്ന് അഭിപ്രായമില്ല. പറയാതെ മുന്നണി വിട്ടുപോയതും BJP-യോട് സമദൂര നിലപാട് സ്വീകരിച്ചതും അതൃപ്തി ഉണ്ടാക്കുന്നതാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447765036. വാർത്തകൾ തുടരുന്നു. അയിരൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചെറിയ പള്ളിയുടെ ശതാബ്ദി ധ്യാന മന്ദിരത്തിന്റെ കൂദാശയും ഉദ്ഘാടനവും ഇന്ന് നടന്നു. ആന്റണി MP ഉദ്ഘാടനം നിർവഹിച്ചു. അയിരൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ ശതാബ്ദി സ്മാരക ധ്യാന മന്ദിരത്തിന്റെ കൂദാശയും ഉദ്ഘാടനവും ഇന്ന് രാവിലെ നടന്നു. പതിനായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഹാളിന്റെ കൂദാശ രാവിലെ നടന്ന കുർബാനയ്ക്ക് ശേഷം 11 മണിക്ക് ഡോക്ടർ ജോഷോ മാർ നിക്കോദിമോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമാണ് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ലോകത്തിന് ജീവൻ ലക്ഷ്യം അറിയിക്കുന്ന അറിയിപ്പുകാരനായ വിശുദ്ധ ലോകോസ്തവനിൽ നിന്നും പരിപാലിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ഏറ്റവും വലിയ സ്തുതികളും നാം എല്ലാവരും ഇതിൻ്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായി.
നടന്ന പൊതുസമ്മേളനം ആന്റോ ആന്റണി MP ഉദ്ഘാടനം ചെയ്തു. സെന്റ് മേരീസ് ഓർത്തഡോക്സ് സെമിനാരിയിൽ 100 വർഷം പിന്നിടുമ്പോൾ ശതാബ്ദി സ്മാരകമായി പൂർത്തീകരിച്ച മന്ദിരം ഔപചാരികമായി അഭിനന്ദ മെത്രാപ്പൊലീത്ത തിരുമേനി ഇവിടെ പ്രദാശ ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയും അനുഗ്രഹീതമായ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. 100 വർഷങ്ങളെന്ന് പറയുന്നത് വളരെ സുദീർഘമായ ഒരു കാലയളവാണ്. 100 വർഷങ്ങൾ ഈ നാടിൽ നന്മയുടെ പ്രകാശം പരത്തി അനേകായിരങ്ങളെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോയ അനുഗ്രഹീതമായ ഒരു ദേവാലയം. ആ ദേവാലയം ഈ നാടിൻ്റെ സാമൂഹ്യ മാറ്റത്തിൻ്റെ, സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു ദേവാലയമാണ്. ആ ദേവാലയം 100 വർഷം പിന്നിടുമ്പോൾ ഈ നാടിന് അത് അഭിമാനത്തിൻ്റെ സുദിനമാണ്. ശതാബ്ദി സ്മാരകമായി ഇന്നിവിടെ പൂർത്തീകരിച്ച മനോഹരമായ ഈ മന്ദിരം ഇതെക്കാലവും ഈ നാടിൻ്റെ മുന്നിൽ ശതാബ്ദി സ്മാരകമായി ഉയർന്നു നിൽക്കും എന്ന് പറയട്ടെ. രാജു എബ്രഹാം MLA മുഖ്യ സന്ദേശവും ശിലാഫലകത്തിന്റെ അനാച്ഛാദനവും നിർവഹിച്ചു. ഇടവക വികാരി റവറന്റ് ഫാദർ വിൽസൺ മാത്യൂസ് തെക്കിനേത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അയിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് തമ്പി, കൊറ്റനാട് പഞ്ചായത്ത് പ്രസിഡന്റ് MS സുജാത, റവറന്റ് ജേക്കബ് ജോൺ കോർ എപ്പിസ്കോപ്പ, അഡ്വക്കേറ്റ് K. ജയവർമ്മ, കങ്ങഴ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി വികാരി റവറന്റ് ഫാദർ പോൾ എബ്രഹാം, പെരുമ്പട്ടി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വികാരി റവറന്റ് ഫാദർ സൈമൺ ജേക്കബ് മാത്യു, മലങ്കര ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മാത്യൂസ് മടത്തേത്ത്, SNDP കോഴഞ്ചേരി യൂണിയൻ സെക്രട്ടറി D. സുരേന്ദ്രൻ, അയിരൂർ സെന്റ് പാട്രിക് മലങ്കര കത്തോലിക്ക പള്ളി വികാരി റവറന്റ് ഫാദർ ജോർജ് വലിയപറമ്പിൽ, അയിരൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ ജയകുമാരി, BMS ജില്ലാ സെക്രട്ടറി സതീഷ് കുമാർ കോയിക്കിലേത്ത്, കുമ്പളന്താനം സെന്റ് ജോൺസ് മർത്തോമ ചർച്ച് വികാരി റവറന്റ് ഫാദർ ജോസ് വർഗീസ്, വാർഡ് മെമ്പർ ആനന്ദക്കുട്ടൻ, റവറന്റ് ഫാദർ ഗോഡ്ലി തോമസ് ഉമ്മൻ, മാനേജിംഗ് കമ്മിറ്റി അംഗം സ്കറിയ ജോൺ കുറ്റിക്കണ്ടത്തിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സിറ്റി ന്യൂസ് റാന്നി. കോൺഗ്രസ് നേതാവായിരുന്ന ബിജിലി പനവേലിയുടെ അനുസ്മരണം മങ്ങാടി PJT ഹാളിൽ നടന്നു. ആന്റോ ആന്റണി MP ഉദ്ഘാടനം നിർവഹിച്ചു. റാന്നിയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീ ബിജിലി പനവേലിയുടെ അനുസ്മരണം INTUC റാന്നി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. റാന്നി അങ്ങാടി PJT ഹാളിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. INTUC നിയോജകമണ്ഡലം പ്രസിഡന്റ് AG ആനന്ദൻപിള്ളയുടെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം ശ്രീ ആന്റോ ആന്റണി MP ഉദ്ഘാടനം ചെയ്തു. ബിജിലി പനവേലിയുടെ ഓർമ്മകൾ നമ്മളിവിടെ വിസ്മരിക്കുക. മധ്യാഹ്ന സൂര്യനെ പോലെ രാഷ്ട്രീയ രംഗത്ത് പുതുച്ചെയ്യാവുന്ന നിൽക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് അകാലത്തിൽ ബിജിലിയെ നമുക്ക് നഷ്ടപ്പെട്ടു. റാന്നിയിലെ സാധാരണക്കാരായ ജനങ്ങൾക്കും തൊഴിലാളികൾക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും എന്നും ഒരു അത്താണിയായിരുന്നു ബിജിലി. പനവേലി കുടുംബം റാന്നിയിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ ഒരു കുടുംബം. കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ആ കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്ന വ്യക്തി തന്നെ ഈ നാടിനു വേണ്ടി ചെയ്ത നിരവധിയായ നന്മകൾ ഇന്നും ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇന്നും മങ്ങാതെ മായാതെ ഇന്ന് നിലനിൽക്കുന്നു. റാന്നിയുടെ കോൺഗ്രസ് പാരമ്പര്യം കാത്തുസൂക്ഷിച്ച് മുന്നണി നേതൃത്വത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ബിജിലി പനവേലിയുടെ 9ാമത് അനുസ്മരണമാണ് നടന്നത്. DCC വൈസ് പ്രസിഡന്റ് റിങ്കു ചെറിയൻ, മുൻ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയവർമ്മ, DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പനച്ചിമുട്ടിൽ, സതീഷ് പണിക്കർ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ സതീഷ് ബാബു, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് അലക്സ്, ശ്രീ ബെന്നി പുത്തൻപറമ്പിൽ തുടങ്ങിയവർ ബിജിലി പനവേലിയെ അനുസ്മരിച്ചു. ശ്രീ ബിജിലി പനവേലിയുടെ അനുസ്മരണം ലളിതമായ ചടങ്ങുകളോടെ INTUC നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ കൊണ്ടാടുന്നു. ബിജിലി പനവേലി എത്ര ആദരണീയനും എത്ര പൊതുസമ്മതനുമായ നേതാവായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഈ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്കെല്ലാം ഓർക്കുന്നതിന് അവസരം തരികയും
ഞാൻ എന്നും അദ്ദേഹത്തെ പറ്റി എല്ലാ അനുസരണങ്ങളും പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ധൈര്യമായിരുന്നു. ശ്രീ വിജയ് പരവേലി കൂടെ ഉണ്ടെങ്കിൽ മുന്നിൽ പുറകിൽ പോകുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ഒരു ധൈര്യമായിരുന്നു വിജയ് പരവേലി കൂടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യം. പക്ഷെ അദ്ദേഹം ആ ധൈര്യം നമുക്ക് നഷ്ടപ്പെട്ടിട്ട് 50 വർഷങ്ങൾ തികയുകയാണ്. നമുക്കറിയാം, ഇന്ന് റാന്നിയിലെ കോൺഗ്രസിന്റെ UDF ഒക്കെ ഏറെ പിന്നിലോട്ട് പോയ കാലഘട്ടം. പക്ഷേ റാന്നിയിലെ കോൺഗ്രസിന്റെ പ്രധാന കാലഘട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരായിരുന്നു ശ്രീ വിജയ് പരവേലിയും MC ചെറിയാനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ. അവരൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മളെ വേർപെട്ട് കടന്നുപോയത് നമുക്ക് എന്നും ഒരു തീരാ നഷ്ടം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. സിറ്റി ന്യൂസ് റാന്നി. RSP നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 16-ാം തീയതി ചൊവ്വാഴ്ച പഴവങ്ങാടി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ കൂട്ടധർണ നടത്തും. വിലക്കയറ്റത്തിനെതിരെയും കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുമാണ് ധർണ. ഷാജി മേലേട്ട് അധ്യക്ഷത വഹിക്കുന്ന ധർണ RSP സംസ്ഥാന കൺവീനർ സലീം പി ചാക്കോ ഉദ്ഘാടനം ചെയ്യും. ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9477 65036. വാർത്തകൾ തുടരുന്നു. പുല്ലൂപ്പുറം 744 നമ്പർ സുരേഷ്ണ വിലാസം NSS കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള പുല്ലൂപ്പുറം പള്ളിയോടത്തിന്റെ നീരണിയൽ കർമ്മം ഇന്ന് നടന്നു. പുല്ലൂപ്പുറം 744 നമ്പർ സുരേഷ്ണ വിലാസം NSS കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള പുല്ലൂപ്പുറം പള്ളിയോടത്തിന്റെ നീരണിയൽ കർമ്മം ഇന്ന് 11-നും 11:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ നടന്നു. MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച റാമ്പിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം രാജു എബ്രഹാം MLA നിർവഹിച്ചു. കരയോഗം പ്രസിഡന്റ് ബിനു S. നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പുല്ലാട്, വാർഡ് മെമ്പർ ഷാരിക ബിനു, പഞ്ചായത്ത് മെമ്പർ അനിത, G. വിനോദ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച പ്രസംഗം നടത്തി. പള്ളിയോട ക്യാപ്റ്റൻ രാജശേഖരൻ നായർ, പള്ളിയോട പ്രതിനിധികളായ രഘു, മോഹനൻ, പള്ളിയോടത്തിന്റെ വൈസ് ക്യാപ്റ്റൻ സോമരാജൻ നായർ എന്നിവർ നീരണിയൽ കർമ്മത്തിന് നേതൃത്വം നൽകി. സിറ്റി ന്യൂസ് റാന്നി. റാന്നി ഹിന്ദുധർമ്മ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള അഹോരാത്ര രാമായണ പാരായണവും സമാപനവും രാവിലെ 6 മണി മുതൽ പരിഷത്ത് ഓഫീസിൽ നടക്കുമെന്ന് കൺവീനർ TN സുകുമാരൻ നായർ അറിയിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ സർക്കാർ ആശുപത്രികളിൽ നിന്നും ചോളം, ജോവർ, കോങ്കോ സിഗ്നൽ, സ്റ്റൈലോന്താസ് എന്നീ വളർത്തുപുല്ലുകളുടെ വിത്തുകൾ സൗജന്യമായി നൽകും. ആവശ്യമെങ്കിൽ ക്ഷീര കർഷകർക്ക് അടുത്തുള്ള മൃഗാശുപത്രിയുമായി ബന്ധപ്പെടാം. മൃഗസംരക്ഷണ വകുപ്പിന്റെ തിരുവനന്തപുരം കുടപ്പനക്കുന്നിലെ പരിശീലന കേന്ദ്രത്തിൽ ഹൈടെക് ഡയറി ഫാമിംഗ്, പാൽ ഉൽപ്പന്ന നിർമ്മാണം, പോൾട്രി ഡ്രസ്സിംഗ്, കോഴിയിറച്ചിയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം എന്നിവയിൽ 7-5 ദിവസങ്ങളിലെ സൗജന്യ സംരംഭത്വക പരിശീലനം നൽകും. പരിശീലന കാലത്ത് താമസ സൗകര്യം, യാത്രാബദ്ധ്യത എന്നിവ ലഭിക്കും. താല്പര്യമുള്ളവർ 10 ദിവസത്തിനുള്ളിൽ അടുത്തുള്ള മൃഗാശുപത്രിയുമായി ബന്ധപ്പെടേണ്ടതാണ്. റാന്നി ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ തസ്തികയിൽ 2 ഒഴിവുകളുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ 18-ാം തീയതി രാവിലെ 11 മണിക്ക് ITIയിൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 04735 221085 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. ഒരിടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ്
അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447776536. വാർത്തകൾ തുടരുന്നു. അപൂർവ രോഗവുമായി മല്ലടിച്ച് അയിരൂർ ഒറ്റത്തേക്കുങ്കൽ അക്ഷയ ഭവനിൽ PK ജയൻ. ജയന് മാനസിക പിന്തുണയേകി സഹോദര തുല്യനായ രതീഷ് ചന്ദ്രൻ. മൂക്കിൽ നിന്ന് ദശ വളർന്ന തലച്ചോറിലേക്ക് വ്യാപിക്കുന്ന അർബുദ രോഗവുമായി മല്ലിടുകയാണ് അയിരൂർ ഒറ്റത്തേക്കുങ്കൽ അക്ഷയ ഭവനിൽ 48-കാരനായ PK ജയൻ. ചുമട്ടുതൊഴിലാളിയായിരുന്ന ജയന് കഴിഞ്ഞ 8 കൊല്ലമായി പ്രമേഹ രോഗിയാണ്. 2 വർഷം മുമ്പ് തലവേദനയെ തുടർന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. തലച്ചോറിന്റെ 4/3 ഭാഗം രക്തം കട്ടപിടിച്ചു കിടക്കുകയാണ്. 40% ശാരീരിക തളർച്ചയുമുണ്ട്. 10 സെന്റ് സ്ഥലത്തെ കൊച്ചുപുരയ്ക്കുള്ളിൽ കഴിഞ്ഞ കുടുംബത്തിന് ചികിത്സാ ചിലവുകൾക്കായി വസ്തു പണയപ്പെടുത്തുകയും മറ്റ് കടങ്ങൾ വാങ്ങേണ്ടതായും വന്നു. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ അപൂർവങ്ങളിൽ അപൂർവമായ ക്യാൻസർ രോഗമാണ് എന്നിൽ ബാധിച്ചിരിക്കുന്നത്. ഒരു 4-5 പേർക്ക് ഈ അസുഖം കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നിട്ടുള്ളൂ. കാരണം മൂക്കിൽ നിന്ന് ദശ വളർന്ന് തലച്ചോറിനകത്തോട്ട് കയറി തലച്ചോറിനകത്ത് പടരുന്ന ഒരു ക്യാൻസർ രോഗമാണ് എനിക്ക് വന്നിരിക്കുന്നത്. എന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ. കോട്ടയം മെഡിക്കൽ കോളേജിൽ 75% തലച്ചോറിനകത്തുനിന്ന് ഇവർ മാംസങ്ങളെടുത്ത് മാറ്റി. ബാക്കിയിരിക്കുന്നത് ഞരമ്പുകളിൽ പടർന്ന് പിടിക്കുകയാണ്. ഈ പടർന്ന് പിടിക്കുന്നതിന് തലയൂട്ടി ഇളക്കി സർജറി ചെയ്യണമെന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ റിപ്പോർട്ട്. പക്ഷെങ്കിൽ ഞാൻ 2 വർഷത്തിന് മുമ്പേ എനിക്ക് ബ്ലഡ് ക്ലോട്ടായി ശരീരം 40% തളർച്ചയിലുള്ള ഇൻസുലിൻ്റെ സഹായത്തോടെ ഞാൻ എന്നും ഇൻസുലിൻ എടുക്കുന്നതാണ്. രാവിലെയും വൈകിട്ടും 20 ഇൻസുലിൻ എടുക്കുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം തലയൊട്ടി ഇളക്കി കഴിഞ്ഞാൽ അത് ചലനശക്തിയും ശരീരമായ തളർക്കുകയും പല പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറും ഞങ്ങളെല്ലാം കൂടെ ഒരു അഭിപ്രായം എടുത്തു. ജനിച്ചാൽ മരണം ഉറപ്പ്. പിന്നെ ഈ ക്യാൻസറിനെ പേടിച്ചിട്ട് നമ്മൾ ദുഃഖിക്കരുത്. ഇതിനെല്ലാം ഞാൻ മനസ്സിന് ധൈര്യം കൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ, എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ, നമുക്കല്ലാതെ വഴികൾ വല്ലതും ഉണ്ടെങ്കിൽ ചെയ്യാം. ശരി ജയനെ, നമുക്ക് പൈസ ചിലവുണ്ടെന്ന് പറഞ്ഞു. വെളിയിലെ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാനുള്ള സാമ്പത്തികം എന്നിലില്ല. ഇപ്പം തന്നെയും ഒരു കീമോ ചെയ്യണമെങ്കിൽ 20,000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. 13,000 രൂപ മരുന്ന്, ഇവിടുത്തെ യാത്രക്കൂലി, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ നോക്കുമ്പം 10-20,000 രൂപയോളം. പിന്നെ ബാങ്കിൻ്റെ ലോണുകളുണ്ട് എനിക്ക്, അതിങ്ങനെ അടയ്ക്കാൻ അത് കുടിശ്ശികയായി. പിന്നെ വണ്ടിയുടെ ലോണുണ്ടായിരുന്നു. വണ്ടി ഓടിക്കാൻ 1 വർഷത്തോളമായി ഇത് ചികിത്സ. ഓട്ടോയാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ തന്നെ. ഞാൻ ചുമട്ടുകാരനായിരുന്നു കോഴഞ്ചേരി മാർക്കറ്റിലെ. അന്നേരം ഞാൻ ചുമട്ട് പണിയിൽ നിന്ന് രാജിവെച്ചതാണ്. തലയുടെ പ്രശ്നം കാരണം രാജിവെച്ചപ്പോൾ ഒരു ഓട്ടോ എടുത്തതാണ്, CC ഇട്ട്. 1 വർഷക്കാലം ഓട്ടോ ഓടിച്ചു. 2ാമത്തെ വർഷത്തോളം വന്നപ്പോഴത്തേന് എനിക്ക് മൂക്കിൽ കൂടെ ബ്ലഡ് എടുക്കാനും ഇങ്ങനെ പറഞ്ഞു. ആ ഓട്ടോ ആരും ഓടിക്കാനൊക്കാഞ്ഞതിന് CC-ക്കാർ വന്നപ്പോൾ 1,88,000 രൂപ മൊത്തം അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു നിവൃത്തിയുമില്ല, അന്യരുടെ സഹായത്തോടാണ് ഞാൻ ജീവിക്കുന്നത്. മൂക്കിനുള്ളിൽ ദശ വളർന്ന് ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്ന് ക്യാൻസർ രോഗമാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. തലയോട്ടി ഇളക്കി ചികിത്സ നടത്തേണ്ടി വരുമെന്നതിനാൽ ഭാരിച്ച ചെലവും ഈ കുടുംബത്തെ വിഷമത്തിലാക്കിയിരിക്കുന്നു. ജയന് ഭാര്യയും 7-5 ക്ലാസുകളിൽ പഠിക്കുന്ന 2 പെൺകുട്ടികളുമാണ് ഉള്ളത്. നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടുന്ന കുടുംബത്തെ സഹായിക്കുവാൻ സുമനസുകൾക്ക് ഇനി പറയുന്ന അക്കൗണ്ട് നമ്പർ ഓർമ്മിക്കാവുന്നതാണ്. ഫെഡറൽ ബാങ്ക് കൊറ്റാത്തൂർ ശാഖയിൽ ഭാര്യ ശോഭ ജയന്റെ പേരിലുള്ള അക്കൗണ്ട് നമ്പർ 1260000864449. IFSC കോഡ് FDRL 0001260. അക്ഷര എന്നീ കുട്ടികൾ തങ്ങളുടെ പിതാവിന്റെ രോഗാവസ്ഥയിൽ ദുഃഖിതരാണ്. വിഷമസ്ഥിതി പഠനത്തെ ബാധിക്കാതിരിക്കുവാൻ അമ്മ ശോഭ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും രോഗം മാറി കുടുംബം പോറ്റുന്ന അച്ഛനാണ് ഇവരുടെ പ്രതീക്ഷ. PK ജയന്റെ വിഷമസ്ഥിതിയിൽ സുമനസുകളുടെ സഹായം തേടാനായി ശ്രമിക്കുന്ന ഒരു സഹോദര തുല്യനായ സുഹൃത്ത് ഇദ്ദേഹത്തിനുണ്ട്. രോഗം തളർത്തിയ ശരീരമെങ്കിലും കൊറ്റാത്തൂർ ഒറ്റത്തേക്കുങ്കൽ നടുക്കേ വീട്ടിൽ രതീഷ് ചന്ദ്രൻ ആവേശത്തിലാണ്.
എങ്ങനെയും ജയനെ ചികിത്സിക്കണം എന്ന് ആവർത്തിച്ചുരുവിടുമ്പോഴും രതീഷ് തന്റെ രോഗാവസ്ഥയിൽ പരാതിപ്പെടുന്നില്ല, പരിഭവവുമില്ല. തീർത്തും സന്തോഷവാനായ രതീഷ് ചന്ദ്രനും അമ്മ സുമതിക്കുട്ടിയും മാത്രമാണ് ഈ വീട്ടിൽ. 7.5 വർഷമായി രതീഷ് നടന്നിട്ട്. മസിലുകൾക്ക് മാംസശോഷണം സംഭവിക്കുന്ന അസുഖമാണ് രതീഷിന്റെ കിടപ്പിന് കാരണം. ഇത് എനിക്ക് 98-ലാണ് ഇത് തുടക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം സ്റ്റെപ്പ് കയറാനൊക്കത്തില്ലായിരുന്നു, പിന്നെ കയറ്റമൊന്നും കയറാനൊക്കത്തില്ല, വണ്ടിയുടെ ഫുട്ബോളൊന്നും കയറാനൊക്കത്തില്ലായിരുന്നു. അങ്ങനെ ഇത് ആദ്യം റാന്നി തോമസ് ജേക്കബ് എന്ന് പറഞ്ഞൊരു വൈദ്യൻ്റെ ട്രീറ്റ്മെൻറ്റായിരുന്നു. പിന്നെ അത് കുറേ നാൾ ചെയ്തിട്ട് ഒന്നും ഫലമില്ലായിരുന്നു. പിന്നെ ഈ ഈരാറ്റുപേട്ട ചിലനാടെന്ന് പറഞ്ഞ സ്ഥലത്തൊരു ജോർജ് വൈദ്യൻ എന്നും പറഞ്ഞൊരു വൈദ്യൻ്റെ ചികിത്സ പിന്നെ തുടങ്ങി. അതും കാര്യമില്ലാഞ്ഞിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത് മസ്കുലർ ഡിസ്ട്രോഫി എന്ന അപൂർവമായ ഒരു രോഗമെന്ന് പറഞ്ഞതും ഇത് അലോപ്പതിയിൽ ട്രീറ്റ്മെൻറ്റ് ഇല്ലെന്നു പറഞ്ഞു വിടുകയും ചെയ്തത്. പിന്നെ കുറേ ആയുർവേദം കുറേ ചെയ്തു, ഒത്തിരി അതിനൊന്നും കാര്യമില്ല. ഇപ്പം ചെയ്യുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോമിയോ ഇപ്പം ചെയ്യുന്നുണ്ട്. ഇപ്പം ഹോമിയോ ചികിത്സയുണ്ട്. റാന്നിയിൽ നാരായണ സാറാണ് ഇപ്പം ചികിത്സിക്കുന്നത്. ഇപ്പം 3 വർഷമാകുന്നു. 2013 ഡിസംബർ തുടങ്ങി ഇപ്പം 2.5 വർഷത്തോളമായി. അച്ഛനും അനുജനും മരിച്ചത് ഈ വീടിന് തീരാ ദുഃഖമായി. രതീഷിന്റെ ഏക ആശ്രയം വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്ന അമ്മ സുമതിക്കുട്ടി അമ്മയാണ്. 18 വയസ്സ് മുതൽ രതീഷ് ചികിത്സയിലാണ്. ഇപ്പോൾ രതീഷിന് 33 വയസ്സ്. വെല്ലൂരിലും ബാംഗ്ലൂരിലും രതീഷിന്റെ അപൂർവ രോഗത്തിന് ചികിത്സയുണ്ടെങ്കിലും ഭാരിച്ച ചികിത്സാ ചെലവ് കാരണം എഴുന്നേറ്റ് നടക്കണമെന്ന മോഹം ഈ ചെറുപ്പക്കാരൻ പാടെ ഉപേക്ഷിച്ചു. ഇപ്പോൾ കിടന്ന കിടപ്പിൽ തന്നെ മറ്റുള്ളവർക്കായി സഹായം ആവശ്യപ്പെടുകയാണ് രതീഷ്. എന്നാൽ രതീഷ് എഴുന്നേറ്റ് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ചേർന്ന് അമ്മ സുമതിക്കുട്ടി അമ്മയുടെ പേരിൽ ഫെഡറൽ ബാങ്ക് കൊറ്റാത്തൂർ ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. നമ്പർ 12001000769337. IFSC കോഡ് FDRL 0001260. മസ്കുലാർ ഡിസ്ട്രോഫി എന്ന രോഗം ശരീരത്തെ തളർത്തിയെങ്കിലും രതീഷ് ചന്ദ്രൻ ജീവിതത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. റാന്നി സെന്റ് തോമസ് കോളേജ് വിദ്യാർത്ഥികൾ രതീഷിന്റെ ജീവിതം ആധാരമാക്കി ടെലിസിനിമ പിടിച്ചതും ഇദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന് ശക്തിയേകുകയായിരുന്നു. സോഷ്യൽ മീഡിയയുടെ വളർച്ച ഇവിടെയാണ് സഹായകമാകുന്നത്. ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം രതീഷിനെ വളർത്തുകയാണ്. മറ്റുള്ളവരെ സഹായിക്കാനായി ഇത്തരം മാധ്യമങ്ങളെ പ്രയോജനപ്പെടുത്തുവാനും രതീഷ് മറക്കുന്നില്ല. സുമനസുകളുടെ സഹായമുണ്ടെങ്കിൽ പക്വതയാർന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനെ ഭാവിയിൽ രതീഷിൽ കാണാനാകും, സംശയമില്ല. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള ബ്ലോക്ക്, മുനിസിപ്പൽ പട്ടികജാതി വികസന ഓഫീസുകളിൽ SC പ്രൊമോട്ടർമാരെ നിയമിക്കും. 17 വരെ അപേക്ഷകൾ സ്വീകരിക്കുമെന്ന് ജില്ലാ പട്ടികജാതി വികസന വകുപ്പ് ഓഫീസർ അറിയിച്ചു. പട്ടികജാതി വികസന വകുപ്പിന്റെ ഭൂരഹിത പുനരധിവാസ പദ്ധതി, ഭവന നിർമ്മാണ ധനസഹായ പദ്ധതി, ഭവന പുനരുദ്ധാരണം, അഡീഷണൽ മുറി നിർമ്മിക്കൽ പദ്ധതികളിലേക്ക് ഓഗസ്റ്റ് 17 വരെ അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. സ്തുത്യർഹ സേവനത്തിനുള്ള അവാർഡ് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്, ശൗര്യചക്ര കേണൽ നിരഞ്ജന്. കോൺഗ്രസ് ലീഗ് ബന്ധം തകരില്ലെന്നും മുസ്ലിം ലീഗ് മുന്നണി വിടില്ലെന്നും കെ മുരളീധരൻ. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും കെ മുരളീധരൻ. ഐരൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചെറിയ പള്ളിയുടെ ശതാബ്ദി ധ്യാന മന്ദിരത്തിന്റെ കൂദാശയും ഉദ്ഘാടനവും ഇന്ന് നടന്നു. ആന്റണി MP ഉദ്ഘാടനം ചെയ്തു. റാന്നി പുല്ലൂപ്പുറം പള്ളിയോടത്തിന്റെ നീരണിയിൽ കർമ്മം ഇന്ന് നടന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്.
അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447765036.